അയൺ ഡോമിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തമീർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനൊരുങ്ങി ഇസ്രയേൽ. പ്രതിരോധ രംഗത്ത് വൻ നീക്കത്തിന് രാജ്യം വേദിയാകുന്നുവെന്ന് റിപ്പോർട്ട്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ അയൺ ഡോമിൽ ഉപയോഗപ്പെടുത്തുന്ന തമീർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇസ്രായേൽ തീരുമാനം എടുത്തതായി റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇതിനായുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയെന്നാണ് സൂചന. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ സഹകരണത്തിലെ ഏറ്റവും നിർണായക ചുവടുവയ്പ്പുകളിലൊന്നായി അത് മാറും. ശത്രു രാജ്യങ്ങളുടെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് തമീർ മിസൈലുകൾ. ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനത്തിന്റെ പ്രധാന ശക്തി ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. സമീപ വർഷങ്ങളിൽ ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിവരിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ തമീർ മിസൈലുകൾ നിർണായക പങ്കാണ് വഹിച്ചത്. യുദ്ധങ്ങൾ നീണ്ടു നിൽക്കുകയും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് വൻതോതിൽ തമീർ മിസൈലുകൾ ആവശ്യമായി വരുന്നു. നിലവിലെ ഉൽപാദനശേഷി മാത്രം ആശ്രയിക്കുന്നത് ഭാവിയിൽ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ സ്വന്തം രാജ്യത്തിനു പുറത്തും സുരക്ഷിതമായ ഉൽപാദന കേന്ദ്രങ്ങൾ ഒരുക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഇതിനായി തിരഞ്ഞെടുത്തതിനു പിന്നിൽ പ്രതിരോധ ഉൽപാദന രംഗത്ത് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധവുമാണെന്നാണ് വിലയിരുത്തൽ. ഇതിനു മുൻപ് അമേരിക്കയിലും തമീർ മിസൈലുകളുടെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ ഇസ്രയേൽ ഒരുക്കിയിരുന്നു. റഫേലും അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ റേദിയോണും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിലൂടെയാണ് അത് നടപ്പാക്കിയത്. സമാന മാതൃകയിൽ ഇന്ത്യൻ കമ്പനികളുമായും സഹകരണം ആരംഭിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ചാൽ ഉൽപാദന ചെലവ് ഗണ്യമായി കുറയുമെന്നാണ് ഇസ്രയേലിന്റെ പ്രതീക്ഷ. അതോടൊപ്പം ആവശ്യ നേരത്ത് കൂടുതൽ വേഗത്തിൽ മിസൈലുകൾ ലഭ്യമാക്കാനുമാകും. യുദ്ധസമയത്ത് വിതരണ ശൃംഖല തടസ്സപ്പെടുത്താനുള്ള സാധ്യതയും കുറയും. ഒരു രാജ്യത്തിനുള്ളിലെ ഫാക്ടറികളെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം വിവിധ രാജ്യങ്ങളിലായി ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പ്രതിരോധ രംഗത്ത് പല രാജ്യങ്ങളും സ്വീകരിച്ചു പോരുന്ന തന്ത്രമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖല വൻ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം നിരവധി സ്വകാര്യ കമ്പനികളും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയെ ആഗോള പ്രതിരോധ നിർമ്മാണ ശൃംഖലയിൽ കൂടുതൽ പ്രാധാന്യമുള്ള കേന്ദ്രമാക്കി മാറ്റിയത്. ഇന്ത്യയിൽ തമീർ മിസൈലുകളുടെ നിർമ്മാണം ആരംഭിച്ചാൽ അത് സാങ്കേതിക കൈമാറ്റത്തിനും ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാവിയിൽ ഇത്തരം സംവിധാനങ്ങളുടെ കയറ്റുമതിക്കും ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ കമ്പനികളുടെ നിർമ്മാണശേഷിയും ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയും ഒന്നിക്കുന്ന പുതിയ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ ബന്ധത്തിൽ മാത്രമല്ല ആഗോള ആയുധ നിർമ്മാണ രംഗത്തും നിർണായക മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.